അവരെ പോലെ ചീത്ത വിളിച്ച് ഇവരെ പോലെ വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിച്ച് കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതായി മാറും. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പല ഏജുള്ള കുട്ടികൾ വരെ കാണുന്നതാണ്. ഞാനൊരു പച്ചത്തെറി വിളിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു മോശം രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് സത്യമാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബ്രെയിനിനെ വരെ കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീൽസ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇത് കാണുന്നത് പറ്റാത്ത ആൾക്കാർക്ക് അതൊരു വിഷമാണ്. ഞങ്ങൾക്കിത് പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് അവർക്ക് ഒരുപാട് വേറെ രീതിക്കായിരിക്കും ഇവരുടെ ലൈഫിൽ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ കമ്പനിയല്ലേ, നമ്മൾ പരിചയമല്ലേ? വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഞാൻ ഇവളായിട്ട് നിക്കുക. എനിക്ക് എത്ര കമന്റ്സ് വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ വേണോ കുട്ടിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകും. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ പോകുന്നു, വെള്ളം ഇത് കളിക്കുന്നത്. എനിക്കിതൊക്കെ അവൾ അനുഭവിച്ചറിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ശരിക്കും അങ്ങനെ വളരണം എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഡിജിറ്റൽ ലൈഫിലല്ല, നമ്മൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ടല്ല, പുറത്തന്നെ അറിഞ്ഞ് വളരണം എനിക്ക് ആഗ്രഹം. എന്റെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെറിയ കുട്ടികൾക്കുള്ളതല്ല, അത് ഓരോ ഏജ് കാറ്റഗറിക്ക് ഉള്ളതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് അതെല്ലാ ഏജ് കാറ്റഗറിക്കുള്ള ഒരു വീഡിയോസ് അല്ല. അത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമുക്ക് ഓരോ സിഗ്നൽസ് കിട്ടുന്നതും നമുക്ക് ഓരോ റെഡ് ഫ്ലാഗ്സും റെഡ് സൈൻസും കാണുമ്പോഴും നമ്മൾ അതൊക്കെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടും. സാധനം നമുക്ക് 7ന്റെ 8ന്റെയും 10ന്റെയും പണി കിട്ടുമ്പോൾ നമ്മൾ പിന്നെ കരഞ്ഞിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ വൺ സൈഡ് സൈലന്റ് ആയിരിക്കാം. അപ്പൊ ചിലപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ലേ, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ടാവില്ല എന്നുള്ളത് പറയും. അപ്പൊ ഉള്ളതിന്റെ കൂടി കൂടുതൽ വരും. നല്ല ഒരു ജീവിതത്തിൽ നിന്ന് പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ ആർജവം കാണിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ വിവാദങ്ങളിലും വിമർശനങ്ങളിലും എത്രത്തോളം പക്വതയോടെ മറുപടി പറയുന്ന ഒരാൾ വളരെ ചുരുക്കമായിരിക്കും. സോ കൂടെയുള്ളത് അസ്ലാം മാർലിയാണ്. സോ നമസ്കാരം. ലോങ് ടൈം അല്ലേ, 3 years ആയിട്ടുണ്ടാവും. ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അസ്ലിക്ക് എന്തെങ്കിലും ഭയങ്കര ലൈഫിൽ ഭയങ്കര സന്തോഷം നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കണ്ടുമുട്ടുക. ഇതിനു മുമ്പ് കണ്ടുമുട്ടിയപ്പോ കല്യാണമായിരുന്നു, ഇപ്പൊ കണ്ടുമുട്ടുമ്പോ കുട്ടി ഉണ്ട് അല്ലേ. സോ ഇനി കണ്ടുമുട്ടുമ്പോ എന്തായിരിക്കും സ്പെഷ്യൽ? രണ്ടാമതായിരിക്കും. ഇല്ല, പ്ലാനിങ് ഉണ്ട്. ഒട്ടും പ്ലാനിങ് ഇല്ലാതെയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ന്യൂ മെമ്പർ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഉണ്ട്. അപ്പൊ തുടരെ സന്തോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 3 years ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അന്നുണ്ടായ അതേ സന്തോഷത്തിലും ചിരിയിലും കുറേ കൂടി ആളുകളിലേക്ക് അസ്ലയെ കേൾക്കാനുള്ള ശബ്ദം കേൾക്കാനുള്ള ആളുകൾ കൂടി എന്നുള്ള വലിയ സന്തോഷം കൂടി ഉണ്ട്. ഹൗ ഡു ഫീൽ നൗ? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലൈഫിൽ ഇങ്ങനെ ഓരോ വർഷം നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ എന്നെ വേറെ രീതിക്കാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം മാറ്റങ്ങളാണ് എനിക്ക്. സന്തോഷം, ഏറ്റവും സന്തോഷം ആണ് ഏറ്റവും അല്ലേ. എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ പറയും ഒരു അമ്മയാവുമ്പോൾ, ഇപ്പൊ ഭാര്യയാവുമ്പോഴുള്ള ചേഞ്ചസിനേക്കാൾ കൂടുതൽ അമ്മയാവുമ്പോഴും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ പറയാം അല്ലെ. പീക്കു അസ്ലയിൽ ശരിക്കും കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? അവൾ എൻ്റെ ഒരുപാട് മാറ്റം കൊടുത്തു. എനിക്ക് തോന്നുന്നു എന്നെ അടിമുടി മാറ്റിയെടുത്തെന്ന് തോന്നുന്നുണ്ട് ഈ 7 മാസം കൊണ്ട്. ആണ് സാധിക്കാത്തത് സാധിച്ചു അല്ലേ? അതെ, ആർക്കും പ്രത്യേകിച്ച് എൻ്റെ ഒന്നും സാധിക്കാറില്ല. അതിനൊന്നില്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നണം, അല്ലെങ്കിൽ പക്ഷെ ഒരാളെന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അവളാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അന്ന് ഇതിന് മുമ്പ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അസല ഓർക്കുന്ന പോലും അറിയില്ല. ഇപ്പം വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് മുമ്പ് ഇപ്പം നമ്മൾ പറയുന്ന കോണ്ടന്റ് ആണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാവരും സംസാരിക്കുന്ന, തുറന്നു പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അപ്പം ഇത് കല്യാണത്തിന് ശേഷം അംജുക്കയുടെ ഫാമിലിയോ ചുറ്റും നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടന്റിൽ മാറ്റം വരുത്തുമോ, ഇത് തുടരാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം ആലോചിക്കുക പോലും ഇല്ലാതെ അസല പറഞ്ഞിട്ട് ഇല്ല, ഇപ്പൊ ഞാൻ എന്തോ ആയിരിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ പുതിയൊരാൾ കൂടെ വന്നു എന്നുള്ളത്. അപ്പൊ ഓരോ ആൾക്കാരും ഫാമിലിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അസ്ല എന്താണോ അങ്ങനെ തന്നെ ആയിരിക്കാൻ പറ്റാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ലെ. എങ്ങനെ സാധിക്കുന്നത് ശരിക്കും? അത് ആദ്യം ഞാൻ ഉറപ്പിച്ചു വെച്ചേക്കുവാണല്ലോ, ഞാൻ മാറില്ല എന്നുള്ളൊരു സംഭവം ഉറപ്പിച്ചു വെച്ചേക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറ്റില്ല. എന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റങ്ങളും നല്ല രീതിക്ക് മാറ്റാനല്ലാണ്ട് എനിക്ക് എന്റെ കുറച്ച് പാഷൻസ് ഉണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അംബീഷൻസ് ഉണ്ട്. അതിനെത്താൻ വേണ്ടി ഞാൻ ഒന്നും തടസ്സമായിട്ട് ഞാൻ കാണൂല. അത് ഒന്നുമില്ല, മാറ്റങ്ങൾ സംഭവിക്കില്ല. പക്ഷെ ഇതെല്ലാവർക്കും സാധ്യമാവോ? കാരണം ഇപ്പൊ പലപ്പോഴും എനിക്ക് അസ്ലയോട് സംസാരിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന, ഇൻബോക്സിൽ വരുന്ന, പരാതികൾ പറയുന്ന കുറേ പേരുണ്ടായിരിക്കും മേ ബി. അപ്പൊ ശരിക്കും ഒരു ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് എന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അപ്പം ശരിക്കും ഇതെല്ലാവർക്കും മാറാൻ ഇല്ലല്ലോ, പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ ഇപ്പോഴും സമൂഹം അങ്ങനെ നിൽക്കുന്നത്? അത് നമ്മൾ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കും. ഇപ്പോ നമ്മള് കുറച്ച്
എന്താ പറയാ നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും സപ്രസ് ആയിക്കണം. നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങും. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടുകാർ എന്താ പറയാ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നീ കല്യാണം കഴിഞ്ഞാ ചെയ്തു, നീ കല്യാണം കഴിഞ്ഞ് ഇത് ചെയ്തു അത് ചെയ്തു, എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പോലും ഫ്രണ്ട്സിന്റെ കൂടെ പോലും വിടാൻ സമ്മതിക്കില്ല, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ സമ്മതിക്കില്ല. അപ്പൊ ഇവരിങ്ങനെ കാത്തിരിക്കും, ഓക്കെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു ലൈഫ് ഉണ്ടായിരിക്കും, കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ സ്ട്രിക്റ്റ് ഫാമിലി ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇവരങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരെ കല്യാണം കഴിഞ്ഞ സ്ഥലത്തുനിന്നും ഇങ്ങനെ ആകുമ്പോൾ അവർക്കൊരു വ്യത്യാസം തോന്നില്ല. എന്റെ വീട്ടിലും ഇങ്ങനെയാണ്, ഒരു വീട്ടിലൊക്കെ അവർക്ക് എന്താ അവർക്കൊരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഉണ്ടായിരിക്കും, പക്ഷെ അത് അവരെന്നെ മറന്നു പോകും കുറെ കാലം കഴിയുമ്പോൾ. പിടിച്ചു വെച്ച് എന്നാലും ഇപ്പോന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് സത്യം പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബ്രെയിനിനെ വരെ കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ റീൽസ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇത് കാണുന്ന ഇത് പറ്റാത്ത ആൾക്കാർക്ക് അതൊരു വിഷമാണ്. ഞങ്ങൾക്കിത് പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് അവർക്ക് ഒരുപാട് വേറെ രീതിക്കായിരിക്കും ഇവരുടെ ലൈഫിൽ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ശരിക്കും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാം ചെയ്തോ, മൂക്കുത്തണം ചെയ്തോ, സെക്കൻഡ് സ്റ്റെപ്പ് ഉത്തണം ചെയ്തോ, ഹെയർ കട്ട് ചെയ്യണം ചെയ്തോ, ഇത് പറഞ്ഞു പറഞ്ഞ അവസാനം കല്യാണം കഴിക്കാനുള്ള ഏറ്റവും മോട്ടീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ചെയ്തു പോലെയോ. എന്തുകൊണ്ട് പാരന്റ്സിന് ഇത് ചെയ്തുകൂടാ? പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു പ്രായം വരെ മക്കൾക്ക് ഇതാക്കുന്നത്. അത് കഴിഞ്ഞ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ചിറകുണ്ട്, അവർക്ക് പറന്നു ഉയരാൻ ചിറകുണ്ട്. ഇതും കട്ട് ചെയ്ത് പിന്നെ ഒരു കല്യാണം ഒരു കല്യാണം കഴിയണോ പാരന്റ്സിന് നമ്മളെ സ്വന്തം മക്കൾക്ക് വേണ്ടി? ഇപ്പൊ എന്റെ മോള് വളർന്നു വരുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല നിന്നെ ഈ ആൾക്കാർ നോക്കും, ഇതുവരെ ചെയ്യും, ഭർത്താവ് നന്നായി നോക്കിയാൽ നല്ല കാര്യം, പക്ഷെ എനിക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്റെ മോൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്യണം. അതെ, ഇതെങ്ങനെയാ ശരിക്കും ഈ ചോദ്യങ്ങളും അല്ലെങ്കിൽ അനുവാദങ്ങളും വിവാഹത്തിന് ശേഷം ആയിക്കോളൂ എന്നുള്ളത് ഒരു സ്ത്രീക്ക് നേരെ മാത്രമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ വിവാഹജീവിതം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് അടുത്തൊരു ഇന്നിങ്സ് ആണെന്നുള്ളത്, അല്ലെ? പുതിയൊരു ലൈഫാണ്, പുതിയൊരു യാത്ര എന്നൊക്കെ പറയും. ഒരാളുടെ പെർമിഷൻ ആവശ്യമുണ്ട് ശരിക്കും ഇതിൽ. ഇപ്പോൾ ഗേൾസിനോട് പറയുന്നു കല്യാണത്തിന് ശേഷം അവിടെ ഓക്കെ ആണെങ്കിൽ ചെയ്തു എന്നുള്ളത്. ബോയ്സിന് എനിക്ക് തോന്നുന്നു അങ്ങനെ കേൾക്കേണ്ടി വരുന്ന ഒരു കാരണം പോലും ഇഷ്ടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തിനാ ഈ വേർതിരിവ് എന്തുകൊണ്ടായിരിക്കും? അത് കാലങ്ങളായിട്ട് മനുഷ്യനായ കാലം തൊട്ടിട്ടുള്ള ഒരു വേർതിരിവല്ലേ സ്ത്രീ പുരുഷൻ എന്നുള്ളത് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ ഇപ്പൊ ഒരു ആൺകുട്ടി ആയി കഴിഞ്ഞാൽ തന്നെ ആ ആൺകുട്ടിക്ക് ചെറിയ കുട്ടിയായിരിക്കും തൊട്ടിട്ട് അവനക്ക് വേണമെങ്കിൽ ബഹളം വെക്കാം, കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ മോളുടെ കേട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നല്ല ഞാൻ കേട്ടേക്കുന്നത്, പക്ഷെ എൻ്റെ മോളെ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കാൻ വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ പറ്റും. അപ്പൊ കുട്ടി കരയുമ്പോൾ പെൺകുട്ടിയാണ് കരയല്ലേ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം കേട്ട് 3 പ്രാവശ്യം കേട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇനി അത് പറയരുത് കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല പറയണത്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ തുടങ്ങുമോ ഇത് ചെയ്യരുത് അത് ചെയ്യരുത്. തിരിച്ചല്ലേ ആമ്പിള്ളേരോടാണല്ലോ കരയാൻ പാടില്ല. കുഞ്ഞുങ്ങളെ ഒരു സമയത്ത് സ്ക്രീം ചെയ്യും, ഓളിടും, കരച്ചിലല്ല അവർക്ക്, ബഹളം വെക്കും. അപ്പൊ നമ്മൾ കാണുമ്പോ ഇതെന്തത്ര വാശി, ഈ കുട്ടിക്ക് വാശി തോന്നിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ പെൺകുട്ടിയായി കഴിഞ്ഞാൽ വാശി പാടില്ല, പെൺകുട്ടികളായി കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നുള്ളൊരു സാധനമാണ്. പാട്ടിന്റെ വരി പോലെ അമ്മയോളം ക്ഷമിക്കാൻ പഠിക്കണം, ഏറ്റവും കൂടുതൽ തിരുത്തുന്ന വരി അതാണ്. എന്തോ അച്ഛനോട് അച്ഛനും ക്ഷമിക്കണം, അങ്ങനെയല്ലേ? അമ്മയോളം ഓക്കെ ശരി ക്ഷമിക്കണം, അത് നല്ലൊരു കഴിവാണ്, ഒരു ക്വാളിറ്റിയാണ് ക്ഷമിക്കാന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് അച്ഛനോളം ക്ഷമിക്കാന്നൊന്നും പറയുന്നില്ല? അച്ഛനോളം എന്താ പറയാ ധൈര്യം നമ്മൾ ഒരു തിരിച്ചടിക്കും. അച്ഛന്മാരായി കഴിഞ്ഞാൽ ധൈര്യം, ആ ഫാമിലിനെ പോറ്റുന്ന അച്ഛന്മാര് കാര്യങ്ങൾ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ്, ഓൾമോസ്റ്റ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയപ്പോ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒപ്പത്തിനൊപ്പം അവരെ മൈൻഡ് സെറ്റും മാറിയിട്ടുണ്ട്. ആൺപിള്ളേരെയും മൈൻഡ് സെറ്റ് ഒക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. അസല കൊച്ചിലെ മുതലേ പഠിച്ച കുറേ പാഠങ്ങളുണ്ടായിരിക്കും, ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് കുറേ കഴിഞ്ഞ് മനസ്സിലാക്കിയ തിരുത്തിയ ഒരു കാര്യം, കൊച്ചിലെ മുതൽ പീക്ക് മനസ്സിലാക്കണം അറിയണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആൾക്കാരെ മനസ്സിലാക്കില്ല പക്ഷെ എല്ലാ കാലവും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഉണ്ടായിരിക്കും, എല്ലാ ചിരിച്ച മുഖങ്ങളും എല്ലാ പഞ്ചാര വാക്കുകൾ പറയുന്നവരും നല്ലവരായിരിക്കണം എന്നില്ല. അത് അവള് ചെറുപ്പം തൊട്ടേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത് എന്ന് പറയുന്നത്. റോഹന് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് എങ്ങനത്തെ ആൾക്കാരാണെന്നറിയോ? ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അവർ ചെയ്തെന്ന് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അവരെ കോൺഷ്യസ് മൈൻഡിൽ അവർ റൈറ്റ് ആണ്. ചില ആൾക്കാർ ഇത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ബോധം വരും ഞാൻ ചെയ്തത് തെറ്റാണ്, മിസ്റ്റേക്ക്. പക്ഷെ ഈ ടൈപ്പ് ആൾക്കാർക്ക് അവർ ചെയ്തത് തെറ്റല്ല. അപ്പോൾ ഇവർക്ക് അത് എന്ത്
വൃത്തികേട് ചെയ്താലും അതൊക്കെ ജസ്റ്റിഫിക്കേഷൻസ് ആണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വളരെ പേടിക്കണം. അങ്ങനത്തെ ആൾക്കാരെ മനുഷ്യനാണ്, തെറ്റുപറ്റാം, ആ തെറ്റുപറ്റലിൽ നിന്ന് തിരുത്തുന്നതിലാണ് കാര്യം. ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വേദനിച്ചാലും ഇതായി കഴിഞ്ഞാലും ഇവർക്കത് അറിയില്ല, അവർക്കത് മനസ്സിലാക്കാൻ പോലും അവർക്ക് അറിയില്ല. കാരണം അത് മരണം വരെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ സൂക്ഷിക്കണം, മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ വർക്കായ ഒരു കാര്യമാണ്. എനിക്ക് ഇൻറ്റ്യൂഷൻ, എനിക്കൊരു ഗട്ട് ഫീൽ, ഒരു ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇതുവരെ എനിക്ക് തെറ്റിയിട്ടില്ല. നമുക്ക് ഈ യൂണിവേഴ്സ് പല രീതിക്ക് സിഗ്നൽസ് തരും, സയൻസ് തരും. ഓക്കെ, ഇത് റൈറ്റ് അല്ല, പല നമ്മൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യും. നമ്മളിതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ദിവസം നമ്മളെ കൺമുന്നിൽ വരും തെറ്റ്. അത്രയും ദിവസങ്ങൾ ആരത് പോയി, അത്രയും മെന്റലി നമ്മൾ വീക്കാണ്. അപ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഗട്ട് ഫീൽ വന്നാൽ അതിനെ ബിലീവ് ചെയ്യാനും ഞാൻ പഠിച്ചു. നമുക്ക് ഇൻറ്റ്യൂഷൻസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് ആവും അല്ലെ, എന്ന് വെച്ചാൽ ഇതങ്ങനെ ഇല്ലാതെ ആയിക്കൂടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് അടിച്ച് പോവും. ഏത് പോയിന്റിലാണ് നമുക്ക് പണി കിട്ടുന്നത് അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമുക്ക് ഓരോ സിഗ്നൽസ് കിട്ടുന്നതും നമുക്ക് ഓരോ റെഡ് ഫ്ലാഗ്സും റെഡ് സൈൻസും കാണുമ്പോഴും നമ്മൾ അതൊക്കെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടും. അവസാനം നമുക്ക് 7ന്റെയും 8ന്റെയും 10ന്റെയും പണി കിട്ടുമ്പോൾ നമ്മൾ പിന്നെ കരഞ്ഞിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ കുഞ്ഞിനെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഫസ്റ്റ് തൊട്ടേ പഠിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ചുറ്റിനുള്ളവരെ തന്നെയാണ് നമ്മൾ പേടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാവരെയും സംശയ കണ്ണോട് നോക്കണം എന്നല്ല, നല്ലവരും ഉണ്ട്, എന്നാ എല്ലാ നല്ല ചിരിച്ച മുഖങ്ങളും അത്ര നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല എന്നുള്ളൊരു സാധനം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹിലയുടെ അടുത്ത് എന്താണ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിസ്സംശയം പറയാൻ പറ്റുന്ന ഉത്തരം കയ്യിലുണ്ട് അല്ലേ? എല്ലാ അർത്ഥത്തിലും. ഹലോ, അറിയോ, ഭയങ്കര കൂളായി ശാന്തായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ കണ്ട അങ്ങനെ വലിയ പ്രശ്നമുണ്ടോ? അവൾക്ക് കാണുന്നോണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ റോഹനൊന്ന് എടുക്കാൻ വന്ന് നോക്കിയൊക്കെ അവളുടെ സ്വഭാവം മാറും. അവൾക്ക് ഒരാളെയും പറ്റും, അവൾ ഒരാളെയും തൊടാനും സമ്മതിക്കില്ല, അവൾ ഒരാളെയും എടുക്കാനും സമ്മതിക്കില്ല. അവൾക്ക് ഭയങ്കര സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് വെച്ചാൽ അവൾക്ക് ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് വരാൻ ഒരുപാട് സമയം എടുക്കും. ഞാനാണെങ്കിൽ ചോദിച്ചു തന്നെ, ഞാനാണെങ്കിൽ ഇടത്തോട്ടേ ചോദിക്കാൻ വരെയായിരുന്നു, പീക്കു വരുന്നോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കരഞ്ഞിട്ട് മൊത്തം മൂഡ് ഇല്ല. അടുത്തേക്ക് വരുമ്പോ തന്നെ മനസ്സിലാവും. അപ്പൊ റോഹിൻ അങ്ങനെ പിന്നോട്ട് പോവാ. നമ്മൾ കമ്പനി അല്ലേ, നമ്മൾ പരിചയല്ലേ? ഗൗരവൊക്കെ വന്നു അല്ലേ? ഉമ്മ എഡിറ്റ് ചെയ്യാറുണ്ടോ? എഡിറ്റ് ചെയ്യുമ്പോ ദേഷ്യം കാണിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്, നോക്കി. ഈ പീക്കുവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കുക, നമ്മൾ ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു, നമ്മൾ കുറെ കാര്യങ്ങളിൽ മാറ്റം അല്ലേ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ കണ്ടൊരു കാര്യം, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങല്ലേ, ശ്രദ്ധിക്കണം, അകത്തിരിക്കുക എന്നുള്ളത്. മഴയുണ്ട് കയറിയ, അവിടെ ചെളിയുണ്ട് കയറിയ എന്നുള്ളത്. അല്ലാത്തൊരു വേർഷൻ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അവര് ചെരുപ്പിടാതെ നടക്കാൻ പഠിക്കണം, ചെളിയിൽ നടക്കണം, മഴ കൊള്ളണം എന്നുള്ളതൊക്കെ. അപ്പൊ ശരിക്കും ചിലരുടെ POV എങ്ങനെയാ ശരിക്കും ഇപ്പൊ എങ്ങനെ വളർന്നു? ഞാൻ ഇപ്പൊ ഇവളായിട്ട് തന്നെ ഞാനൊരു റീലിട്ടുണ്ടായിരുന്നു. ഇവളായിട്ട് ഇവൾക്കപ്പൊ 4 months എത്രയോ ആണ് ഇതുള്ളത്. ഇവളായിട്ട് ഞാൻ വെള്ളച്ചാട്ടത്തിൽ, അത് ബാലിയില് ഒരു വലിയ വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഞാൻ ഇവളായിട്ട് നിക്കുക, വെള്ളം കൊണ്ട്. എനിക്ക് എത്ര കമന്റ്സ് വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ വേണോ കുട്ടിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകും. പക്ഷെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ പോകുന്നതും വെള്ളം ഇത് കളിക്കുന്ന. എനിക്കിതൊക്കെ അവൾ അനുഭവിച്ചറിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ എൻ്റെ കയ്യിലിരുന്ന് അവൾ ഫുൾ സേഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയോ അമ്മമാർ അത്രയും സേഫ് ആയിട്ട് പോലും നമുക്കൊരു കുഞ്ഞ് അബദ്ധം മതി. പക്ഷെ ഞാൻ എന്തായാലും അത്രയും കെയറോടിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ, ഞാൻ ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് ഇവളെല്ലാം അറിഞ്ഞ്, ഇപ്പൊ വെയിലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ അറിഞ്ഞ് അവള് ശരിക്കും അങ്ങനെ വളരണം എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഡിജിറ്റൽ ലൈഫിലല്ല, നമ്മൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ടല്ല, പുറത്തന്നെ അറിഞ്ഞ് വളർന്നത് എനിക്ക്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലേ? ഇപ്പൊ കാലാവസ്ഥയെ മാത്രമല്ല പല സാഹചര്യങ്ങളിലും പോകുന്നു വേണ്ടി. അപ്പൊ അത് പലപ്പോഴും പേടിയോടെയും, നേരത്തെ പറഞ്ഞ ഇത് കെയറിങ്ങിന്റെ ഭാഗമായിരിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതൊരു റെസ്ട്രിക്ഷൻ കൂടിയാണ് അല്ലെ? നമ്മള് എക്കോ സിനിമയില് പോലെ സംരക്ഷണം പലപ്പോഴും അത് പരിധികളായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ ഇവൾക്ക് ആൾക്കാരെ, അത് മിക്ക കുട്ടികൾക്കുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അവർക്ക് അവരുടെ കെയർ ടേക്കർ ആരാണോ അവരോട് മാത്രമായിരിക്കും ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ മാത്രമായിരിക്കും, വേറെ എല്ലാവരും. അത് കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതല്ലാതെ ഇവളായിട്ട് എനിക്ക് യാത്ര, ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ്.
എനിക്ക് അവളായിട്ട് എവിടെയും വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോവാം. കാരണം അവൾ ഈസിലി മാനേജ് ചെയ്യും. അവൾ ബേബി ആയിരിക്കും എന്നുവെച്ചാൽ കുഞ്ഞെ ജനിച്ചപ്പോൾ തൊട്ടിട്ടേ ഇങ്ങനെ ആയ കാരണം അവൾക്ക് അങ്ങനെ ബഹളങ്ങൾ പ്രശ്നമില്ല, അങ്ങനെ ഒന്നും പ്രശ്നമില്ല. കുറെ കഴിയുമ്പോൾ അവൾക്ക് ബോറടിക്കും, അപ്പൊ അവള് തുടങ്ങും. പക്ഷെ അതല്ലാണ്ട് അവള് കുറെ നേരം വരെ നമുക്ക് സഹകരിച്ച് അവള് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവൾക്ക് ഉറക്കം വരുന്ന സമയം, ഫുഡ് കഴിക്കുക എന്നുവെച്ചാൽ അവൾക്ക് ഫീഡ് ചെയ്യുന്ന ടൈം ഒക്കെ ആകുമ്പോൾ അവൾ അവളുടെ സ്വഭാവം കാണിക്കും. അതല്ലാണ്ട് അവൾ ഓക്കെ. ഈ കുട്ടികൾ കുറെ കൂടി വലുതാവുമ്പോൾ കണ്ടൊരു കാര്യമാണ്, ഇപ്പൊ ഒരു പ്രോപ്പറായിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു മടിയോട് കൂടി ചിലപ്പോൾ പകുതി സംസാരിക്കും, ബാക്കി പകുതി ബോഡി ലാംഗ്വേജിലായിരിക്കും കാണിക്കുക. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഓക്കെ റിപ്ലൈയും വേണ്ട ആക്ഷൻസ് കൊടുക്കും. ഇത് ചിലർ ശീലാക്കും, അത് കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല, അപ്പൊ ഇത് മതി. അപ്പൊ ഭാവിയിൽ ഇവരുടെ സംസാരത്തിൽ ഭയങ്കരമായിട്ട് അത് ദോഷം ചെയ്യും. സ്പീച്ചിങ് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞിനെ സംസാരിച്ച് തുടങ്ങണം, എങ്ങനെ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിന്റെ ഒരു ഗ്രോത്തിന് ഗുണം ചെയ്യണം, എന്താ കുറെ കൂടി നല്ലത് തോന്നിയിട്ടുള്ളത്? എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ബേബീസ് ഉണ്ടല്ലോ, ഒരു ഭൂമിയിലോട്ട് വരുമ്പോൾ ഇവർ വൈറ്റ് പേപ്പർ പോലെയാ. ഈ വൈറ്റ് പേപ്പറിൽ നമുക്ക് എന്തും കളേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അവരേൽ പതിയും. ഓക്കെ, വൈറ്റ് പേപ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളെങ്ങനെ അവർക്ക് ഓരോന്നും ചെയ്യണം അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സംസാരം മാത്രമല്ല, ചില പാരന്റ്സ് കൊഞ്ചിച്ചിട്ടാണ്, അത് കുഞ്ഞുങ്ങളുടെ എക്സ്ട്രാ പാമ്പറിങ് കാരണമാണ് നമ്മൾ ഇവരോട് പ്രോപ്പറായിട്ട് ഒരു വാക്കുകളല്ല ഉപയോഗിക്കുക. ഞം 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 അങ്ങനെ ഇങ്ങനെ ഇവർക്ക് ഒന്നിന്റെ ഇപ്പൊ ഇവര് ഓരോന്ന് കേട്ട് മനസ്സിലാക്കി ഇവരുടെ വാക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൈം. അപ്പൊ ഇവർക്ക് എന്ത് കുറെ കാലം വരെ ഇവർക്ക് ഈ വാക്കുകൾ എന്തെന്ന് പോലും കറക്റ്റ് ആയി, പിന്നെ കുറച്ച് ഗ്രാജുവലി ഇവർ വലുതാകുമ്പോൾ ശരിയാവും. ഞാൻ പറഞ്ഞോണ്ടിരിക്കും, ഇപ്പൊ കുട്ടികൾ ഇപ്പൊ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഷോർട്ട് ഫോം ആയിരിക്കും, ചില വാക്കുകൾ പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. തിരിച്ച് നമ്മുടെ പാരന്റ്സോ നമ്മുടെ മുതിർന്നവരോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ചെയ്യുക ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാം. ശരിക്കും ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യണം വേണ്ടേ, നമ്മൾ ശരിയായ വാക്ക് പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ശരിയായ വാക്കുകൾ പറയാ ചെയ്യാം. അപ്പൊ അവൾക്ക് അത് കേട്ടാണ് ഓക്കെ ഇതാണ് ഇതിന്റെ വാക്കെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാവും. ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാം ഇതാണ് ഇതിന്റെ വാക്കെന്നുള്ളത്. അല്ലെങ്കിൽ എന്താ കുറെ കാലം വരെ ഇവർക്ക് ഇതാണ് ഇതിന്റെ വാക്കെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം എന്റെ ഞാൻ ബേബി ആയിരിക്കുമ്പോൾ ചില വാക്കുകൾ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്, എനിക്കത് ഇപ്പോഴും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അറിയാതെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണോ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതേ ആക്സെന്റ് അല്ലെങ്കിൽ അതേ രീതിക്കായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കാം. അത് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, അത് മാറ്റാൻ പറ്റില്ല. എന്നാൽ കുറെ കാര്യങ്ങളും മാറും. അതേപോലെയാണ് ബേബി. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അവരൊരു കുഞ്ഞു ബേബി അല്ലേ, അതൊരു ക്യൂട്ട്നെസ് അല്ല, അത് കുഞ്ഞു ബേബി അല്ലേ, കുഞ്ഞു ബേബിയാണ്. അപ്പൊ കുഞ്ഞു ബേബി നമ്മളേതാണ് പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും, അത് പ്രോപ്പറായിട്ട് നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ പലപ്പോഴും ഈ ആളുകൾക്ക് ഇപ്പൊ കുഞ്ഞായിട്ട് തന്നെ സംസാരിക്കണം. നമ്മൾ പണ്ട് പറയുന്നൊരു കാര്യം ചെറിയ വയലിൽ വലിയ വർത്താനം പറയില്ല എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് ശരിക്കും റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാളികപ്പുറത്തിലെ കുട്ടി സംസാരിക്കുന്നത് ഭയങ്കര പക്വതയോടെ സംസാരിക്കുമ്പോൾ വിവാദങ്ങൾ ഭയങ്കരമായിട്ട് കൊച്ചിനിട്ട് ട്രോളിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നതും നമ്മുടെ സംസാര ശൈലിയിലൊക്കെ അങ്ങനെ വന്നേക്കാം. എല്ലാ കുഞ്ഞുങ്ങളും സംസാരിക്കുന്ന പോലെയല്ല, ചിലപ്പോൾ പക്വതയോടെയും കുറച്ച് കാര്യപ്രാപ്തിയിലൊക്കെ സംസാരിച്ച് വന്നേക്കാം. അപ്പം ശരിക്കും എങ്ങനെ എടുക്കുന്നു അത് നല്ല വാക്കുകൾ ആദ്യം? അത് ഞാൻ സത്യം പറഞ്ഞ ആ കുട്ടീനെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കുട്ടിയാട്ടോ. കാരണം അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ കുട്ടി ഇത്രയും പക്വതയോടെ കറക്റ്റായിട്ട് സംസാരിക്കുന്നത്. അത് ആ പാരന്റ്സിന് വേണം സത്യം പറഞ്ഞാൽ വലിയൊരു കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ആ കുട്ടി അത്രയും ചെറുപ്പത്തിൽ. നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ, നമ്മുടെ കുട്ടികൾ ഇങ്ങനല്ലല്ലോ, നമ്മുടെ കുട്ടികൾ ഇങ്ങനല്ല, ഇങ്ങനെ ആവാവോ, അങ്ങനെ ഒരിക്കലും ആവരുത്. ആ കുട്ടിയുടെ പാരന്റ്സ് ആ കുട്ടീനെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ ആ കുട്ടി അങ്ങനെയല്ലേ പെരുമാറുള്ളൂ. നമ്മുടെ കുട്ടി അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ ഓരോ പാരന്റ്സ് രീതിയാക്കണം. ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടി കുറച്ച് ഇന്റലക്ച്വലായി സംസാരിച്ചാൽ, ഇനി കുട്ടിത്തായി സംസാരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. അവളുടെ നേച്ചർ എന്താണോ അവൾ അങ്ങനെ പെരുമാറിക്കോട്ടെ. ഈ എനിക്കും ഇഷ്ടമല്ല ഈ കുട്ടികൾ വലിയ വായിൽ സംസാരിക്കുന്നത്. അത് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലല്ല. ഈ ചില വീട്ടിലുണ്ടല്ലോ ഭയങ്കര ഒരു തർക്കുത്തരം പറയാം. ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തിരിച്ചിങ്ങോട്ട് വരും. അതാണ് വലിയ വായയിൽ സംസാരം. അല്ലാണ്ട് വളരെ ബുദ്ധിപൂർവ്വം പക്വതയോടെ ഇത് അതല്ല വലിയ വായ സംസാരം എന്ന് പറയുന്നത്. അതെന്ത് നല്ലൊരു ക്വാളിറ്റിയാണ് ആ സാധനം. അത് അവർക്ക് അത് ത്രൂ ഔട്ട് അവരെ ഒരു ക്യാരക്ടറിന് അത് ക്വാളിറ്റിയാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ഇവളാവുമ്പോഴും അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. ഈ അടുത്ത് അസലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, മിക്സഡ് സിഗ്നൽസ് തരുന്ന ഒരാളെയും പ്രണയിക്കാൻ നിൽക്കരുത് എന്നുള്ളത് സാധനം. അപ്പം ഇത് ചേഞ്ചസ് ഉണ്ടായിരിക്കാം, മനുഷ്യനാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കാം, രാവും പകലും പെട്ടെന്ന് മാറുന്ന പോലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പം അവരൊന്നും പ്രണയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മനുഷ്യനിൽ അല്ലെങ്കിൽ സ്വാഭാവികമല്ലേ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യന്മാർക്കും. എനിക്ക് ഇപ്പൊ ഒരു പീരിയഡ്സ് ആവണമെന്നില്ല ഒരു മനുഷ്യന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. നമുക്ക് പല ടെൻഷനിൽ കൂടിയും സ്ട്രെസ്സിൽ കൂടിയും ഒക്കെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. പക്ഷെ
നമുക്ക് നമ്മളെ തന്നെ അറിയാലോ. ഇപ്പൊ എന്താ പറയാ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ദേഷ്യപ്പെട്ടു, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയ കാര്യമാണ്, ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ആ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന സാധനങ്ങള് ഉള്ളിൽ എവിടൊക്കെയോ ഉള്ളത് കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നമ്മളെ പറ്റിയിട്ട് എന്താ, അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതി രണ്ട് രീതിക്കും സംഭവിക്കാൻ തോന്നുന്നു. ഇപ്പം ഒന്ന്, നമുക്ക് ദേഷ്യം വന്നാൽ ഉള്ളിലുള്ളത് പുറത്തു വരും. ഇപ്പം അടിച്ചിരിക്കുമ്പോൾ പറയുന്ന പോലെ പലരും അത് അടിച്ചിരുന്നപ്പോൾ പുറത്തു വന്നതെന്നൊക്കെ പറയുന്ന പോലെ ചിലവരുണ്ടായിരിക്കും. പക്ഷെ ആ ദേഷ്യത്തില്, ആ ഫ്രസ്ട്രേഷനില് ആ ആളെങ്ങനെയും വാക്കുകൊണ്ട് തോൽപ്പിക്കണം എന്ന ചിന്തയിൽ ചിലപ്പോൾ മാക്സിമം കൂട്ടി പറയുന്നവരുണ്ടായിരിക്കും. അതും ഒരു നല്ലതാണ് തോന്നില്ലല്ലോ. നമ്മള് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തമ്മിൽ അടിച്ച് ജയിക്കാനുള്ളതല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, പക്ഷെ ഇതല്ല മിസ്റ്റേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മരണം വരെ തമ്മിലടിച്ച് ഇങ്ങനെ ഇവൻ പറയുമ്പോൾ നമ്മൾ 10 ഇരട്ടി തിരിച്ചു പറയും. അതല്ല, മറിച്ച് എന്തെങ്കിലും ഒരു ഹെൽത്തി കോൺവെർസേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോൾ ഒരു കല്യാണത്തിൽ കൂടി കടന്ന കാരണം, നമ്മൾ പ്രേമിക്കുമ്പോൾ ഇതൊക്കെ രസമാണ്, ഡോപ്പമിൻ റഷാണ്. നമ്മൾ അടികൂടുന്നു, ബഹളം വെക്കുന്നു, പിന്നെയും അത് പാച്ചപ്പ് ആവണം, അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു അഡ്വഞ്ചർ കൂടും. പക്ഷെ നമ്മൾ മാരേജ് ലൈഫിലോട്ട് വരുമ്പോൾ ഇതല്ല ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടൊരു ലൈഫ് പോവുക, നമ്മൾ എങ്ങനെയാണ് ഒരു ഹെൽത്തി കോൺവെർസേഷൻ കൊണ്ടുവരിക. കാരണം നമുക്ക് പിന്നെ പ്രേമം മാത്രമല്ല ഉള്ളത്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചുറ്റുണ്ട്. റിയാലിറ്റി ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യാൻ ഒരുമിച്ച് കിടക്കുന്നു, രണ്ടുപേരും പിന്നെ ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്നു. അപ്പൊ അതിന് ഹെൽത്തി ആയിട്ടുള്ള ബോണ്ട് അത്യാവശ്യമാണ്. പക്ഷെ ഇത്രയും സമയങ്ങളിൽ വരുമ്പോഴേ അടി ഉണ്ടാവും. നമ്മൾ എപ്പോഴും പറയും രണ്ടും കൈയും തട്ടിയാലും ശബ്ദമുള്ളൂ എന്നുള്ളത് അല്ലേ. അപ്പം ഒരു സൈഡ് സൈലന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിൽക്കുമെന്ന് പറയും. പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്ന ഫൈറ്റിൽ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചു പറയാൻ കഴിയും അതേ നാണയത്തിൽ തന്നെ. അപ്പൊ ഇത് വഴക്ക് കൂടും. ഇനിയിപ്പോൾ വൺ സൈഡ് സൈലന്റ് ആയി വിചാരിക്കുക, അപ്പൊ ചിലപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എന്താ നിൽക്കൊന്നും പറയാനില്ലേ, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ടാവില്ല എന്നുള്ള പറയും. അപ്പൊ ഉള്ളതിന്റെ കൂടി കൂടുതൽ വരും. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും ഇപ്പോ പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് തെറ്റാണ്. ആ സമയത്ത് എനിക്ക് ഒരു റെസ്പോൺസും ഇല്ലാണ്ട് എന്നെ ബോധർ ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇഗ്നോറൻസ് ആണ്, കംപ്ലീറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുക. അപ്പൊ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണതിനൊന്നും ഒരു അർത്ഥമില്ലേ, നമ്മൾ ആരോടാണ് ഇത് പറയുന്നത്, നമ്മളുടെ ഇമോഷൻസിനും ഫീലിങ്സിനും ഒരു അർത്ഥമില്ലേ എന്നുള്ളൊരു സാധനമാണ്. അതിന് മറിച്ച് സൈലൻസ് ഏറ്റവും നല്ലൊരു വെപ്പണാണ്. കുറച്ചു നേരം സൈലന്റ് ആയിട്ട്, പക്ഷെ പിന്നീട് ആള് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് അവർ വരണം, എന്നിട്ട് ഇതിങ്ങനെയാണ് സംസാരിക്കാൻ ക്ലിയർ ചെയ്യണം. ചില ആൾക്കാർ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് പിന്നെ ഒരു കാലത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കുക കാര്യങ്ങളില്ല. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്ക് ഈ ദേഷ്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളി കിടക്കും, ഇത് ഒരിക്കലും ക്ലിയർ ആവുന്നില്ല. പിന്നീട് സംസാരിച്ചു വിചാരിക്കുക, അപ്പൊ വരുന്ന മറുപടി എന്താണെന്ന് അറിയോ, അന്നുണ്ടായൊരു കാര്യമാണ് ഇത് ഇടക്കിടക്ക് കുത്തി പറയണോ എന്നുള്ളത് ചോദിക്കും. റോഹന് നല്ല ഒരു ജീവിതത്തിൽ നിന്ന് കാരണം പിന്നീട് പറഞ്ഞായിരിക്കും അത് ഒരിക്കൽ കഴിഞ്ഞ കാര്യമില്ല, പിന്നെന്താ ഇപ്പോഴും പറഞ്ഞു ചോദിക്കും. അപ്പൊ നമുക്ക് സൈലന്റ് ആയ പ്രശ്നം, നമ്മൾ റിയാക്ട് ചെയ്ത പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ കിടക്കുമ്പോ രണ്ടുപേരും ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഒരാൾ ഇമോഷണലി മെച്ചുവേർഡും ഒരാൾ ഒട്ടും അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചിട്ട് ഭയങ്കര ലൈഫൊക്കെ വളരെ സീരിയസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. രണ്ടുപേരും ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന, എന്നാൽ രണ്ടും മനസ്സിലാക്കുന്ന വ്യക്തികളാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം വരുമ്പോഴേക്കും എന്നാ ടാറ്റ ബൈ ബൈ ഞാൻ പോവാണെന്നും അതല്ല ഒരു റിലേഷൻഷിപ്പ്. നമുക്ക് ചാൻസസ് കൊടുക്കാം എല്ലാ മനുഷ്യന്മാർക്കും, പക്ഷെ ആ ചാൻസസ് എങ്ങനത്തെ കാര്യങ്ങളിലും കൂടിയാണ് നമ്മൾ ഈ ചാൻസസ് കൊടുക്കണതിനനുസരിച്ചിരിക്കും. നോക്ക്, മനുഷ്യന്മാരാകുമ്പോൾ അടിയും ബഹളവും ഒക്കെ ഉണ്ടായിരിക്കും, അല്ലാണ്ട് എപ്പോഴും സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടായിരിക്കില്ല, അടികളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങനത്തെ പ്രശ്നങ്ങളിലാണ് നമ്മൾ ഈ അടിയും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, അത് എങ്ങനെ വരെ എത്തുന്നു, ഏത് ലെവൽ വരെ എത്തുന്നൊക്കെ അനുസരിച്ചിരിക്കും. അടുത്തൊരു റീല് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്ന സാധനം, നമുക്കിത് പിരിയാൻ ശരിയാവുന്നില്ല. എന്താ ചോദിക്കുന്ന റീസൺ, ചുറ്റൊക്കെ അടിയും വഴക്കൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ കേൾക്കാണ്ട്, ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല, അവർക്ക് നോക്കുമ്പോൾ ഇവിടെ എന്ത് ഇവരുടെ ലൈഫ് നന്നായി നടക്കുന്നില്ല തോന്നൽ വരുന്നു പറഞ്ഞ പോലെയാണ്. പക്ഷെ എനിക്ക് അസ്ലയിൽ ഭയങ്കര കണ്ടൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ല ശരിക്കും സദ്യയിലെ ഓലനാണ്. സദ്യയിലെ ഓലൻ എന്താണെന്നുള്ളത് അറിയില്ല. അതായത് ബാക്കി എല്ലാ കറികളും എരിവുണ്ടായിരിക്കും, പുളിപ്പുണ്ടായിരിക്കും, ഉപ്പുണ്ടായിരിക്കും, മധുരമുള്ള പൈനാപ്പിൾ മധുരം നോക്കണം. ഈ ഓലൻ ആക്ച്വലി ന്യൂട്രലാണ്. അപ്പൊ ബാക്കിയുള്ള കറികളൊക്കെ കഴിച്ചിട്ട് ഈ ഓലന്റെ കഴിച്ച ഒരു നിർവികാരതയുണ്ട്, ഏതൊരു ടേസ്റ്റ് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആദ്യമായിട്ട് ഒരാൾ. സോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ല പല വിവാദങ്ങൾ വരുന്നുണ്ട്, പല കോൺട്രവേഴ്സി പരിപാടികൾ നടക്കുന്നുണ്ട്. അസ്ല ശരിക്കും ഒരു ഫേസിൽ ഭാവത്തിൽ തോന്നും അസ്ലയ്ക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യം നയം വ്യക്തമായിരിക്കും എന്നുള്ളത്. എപ്പോഴാണ് ഈ ഓലനാവും പഠിച്ച്? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ഓരോ രീതിക്കാക്കി മാറ്റുന്നത്.
ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഹീഡല്ല ഈ വർഷം നോക്കുമ്പോൾ ഓരോ വർഷം ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഓക്കെ ഓരോ വർഷം ആകുമ്പോൾ എൻ്റെ ക്വാളിറ്റി നന്നായി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നും എനിക്ക് മുമ്പ് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ തന്നെ എന്നെ ഒന്ന് വിലയിരുത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫായിട്ടൊന്ന് വിലയിരുത്തും. അപ്പൊ എനിക്ക് തോന്നും ഓക്കെ ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റുകൾ, ഇതൊക്കെ എന്റെ മോശം സാധനങ്ങൾ, ഇതൊക്കെ എനിക്ക് മാറ്റണം. അപ്പൊ അടുത്ത് വരുമ്പോൾ ഇത് മരണം വരെ ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും മനുഷ്യന്മാർ. പക്ഷെ ആ മാറ്റങ്ങൾ നല്ല രീതിക്കായിരിക്കണം. വീണ്ടും 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 മോശമാകുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ, നല്ലതാകുമ്പോൾ പ്രശ്നമില്ല. അപ്പൊ ഞാൻ ന്യൂട്രൽ ആയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്നിട്ടേ കാര്യമുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് ന്യൂട്രൽ നമ്മൾ ഒരുപാട് എക്സ്ട്രീം ആയാലും ഒരുപാട് ഇങ്ങോട്ട് പോയാലും പ്രശ്നമാണ്. അതിന്റെ ഇടയിൽ നിന്ന് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബാലൻസ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും കമന്റ് ബോക്സിൽ വരുന്ന മോശം വാക്കുകളെ രണ്ട് രീതിയിലേക്ക് റിയാക്ട് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ നേരെ എടുത്ത് SS എടുക്കും, പരാതി കൊടുക്കും, ഓപ്പൺ ആയിട്ട് ഇത് കൊടുന്നിടും. രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ രൂക്ഷമായ ഭാഷയിൽ നിന്ന് നമ്മൾ പ്രതികരിക്കുക ചെയ്യുക. ഇത് രണ്ടും സംഭവിച്ചില്ല. കൊടുത്ത മറുപടി നമ്മൾ പറയും ഈ തന്തയ്ക്ക് ഡയറക്റ്റ് വിളിക്കാതെ തന്തയ്ക്ക് വിളിക്കാന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് എന്ന് പറയുന്ന പോലെ ഇത് എന്തുകൊണ്ട് ഒരു സൈസ് മാറ്റർ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നതും അസ്ലയുടെ വാക്കുകളിനെ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു പേര് വേണം, ജേഴ്സി പശു ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിന് കൊടുക്കുന്ന മറുപടി ഇതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പീനിസിന്റെ സൈസ് കുറവിന്റെ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ തീർക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളത്. ഇത് വിളിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഭംഗിയായിട്ട് മൃദുവായിട്ട് വിളിക്കുക, മറുപടി പറയുക എന്നുള്ള സംഭവമുണ്ട്. അപ്പം ശരിക്കും പരോക്ഷമായിട്ട് രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മുടെ ടെമ്പർ തെറ്റാതെ മറുപടി കൊടുക്കാനും പറ്റും എന്നുള്ളത് അപൂർവമായിട്ട് തെളിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് പക്വതമായിട്ടുള്ള മറുപടി കൊടുക്കുക എന്നുള്ളത്. അപ്പം എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യണം ശരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രവണത കൂടി വരുന്നത്? ഈ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് വരുന്നവർക്ക് അത് ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിപ്പോ ഈ രീതിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്നില്ല. ഇപ്പൊ അവര് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലൈഫായിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഫ്രസ്ട്രേറ്റ് ആണ്. ചിലവർ എന്ത് ചെയ്യും, അങ്ങനെ ആവാൻ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായി ജീവിക്കാൻ ഇവർ പ്രയത്നിക്കും. ചിലവർ ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കി മറ്റേ കാറ്റഗറി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇവരിരുന്ന് ഇത് മാത്രമായി ഇവർക്കൊരു വളർച്ച ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല, ഒന്നും ഒരാൾക്കും ഗുണമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവരോടൊന്നും ചെയ്യാനില്ല. അത് അവരോട് എനിക്ക് വിഷമേ ഉള്ളൂ. സത്യമായിട്ടും അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. എനിക്ക് അയ്യോ ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാര്, എത്രയും ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടല്ലേ ഇവരിങ്ങനെ വേറൊരാളുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ തീർത്തോണ്ടിരിക്കുമ്പോൾ പണ്ടൊക്കെ ദേഷ്യമാണെങ്കിൽ ഇന്ന് എനിക്ക് അത് കാണുമ്പോൾ അച്ചോ എന്നുള്ളൊരു ഭാവം സത്യമായിട്ടും എനിക്കുള്ളത്. അത് തന്നെയാണ് ഞാൻ വളരെ നല്ലൊരു ഞാൻ അവരെ പോലെ ചീത്ത വിളിച്ച് ഇവരെ പോലെ വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിച്ച് കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതായി മാറും. പിന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പറയുമ്പോൾ പല ഏജുള്ള കുട്ടികൾ വരെ കാണുന്നതാണ്. ഞാനൊരു പച്ചത്തെറി വിളിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറി, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. എന്നാൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളും ഒരു പരിധി വരെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കാരണം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് ഒരു മോശം രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ളത്. ഈ കുട്ടികൾ വരെ കാണുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പൊ പലപ്പോഴും പരാതി കൊടുക്കുന്നതിൽ അക്കൗണ്ടുകൾ തപ്പുമ്പോൾ അതിന്റെ ആരുടെയാണെന്ന് നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ പ്രൊഫൈലാണ്, സ്കൂൾ കുട്ടികളുടെ പ്രൊഫൈലാണ്. അപ്പം ഇവർക്ക് പറയാനുള്ളത് കിട്ടുന്നത് അവർക്ക് ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും, അവരുടെ ഫീൽഡിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും. പക്ഷെ ഇത്രയും മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇതിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നു, മുഖമില്ലാത്ത അക്കൗണ്ടുകളായിട്ട് മാറുന്നു എന്നുള്ളത് വരുമ്പോൾ ഇത് ശരിക്കും ഭയങ്കര ഒരു അപകടമല്ലേ? ശരിക്കും ഭയങ്കര. ഞാൻ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി, ഒരു ചെറിയ ആൺകുട്ടി, 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു വണ്ടി ഇരുന്നിട്ട് ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുക. വൃത്തിക്കെട്ട ആക്ഷൻസ് കാണിച്ചു. ഭയങ്കര വൈറലായിട്ടുണ്ട് ആ വീഡിയോ. ആരെ ബ്ലെയിം ചെയ്യണം? ഈ കുട്ടീനെ ബ്ലെയിം ചെയ്യണോ, അത് ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യത്തിനെ ബ്ലെയിം ചെയ്യണോ, കുട്ടിയുടെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യണോ? നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് പക്ഷെ പേടിയാവും. എന്താണെന്നറിയോ, ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇവരിത്രയും ഈ ഒരു 5 വയസ്സെന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു പ്രായം. അവരെപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അതും അവർ കാണിക്കുന്ന ചേഷ്ടകളുടെ അർത്ഥം ഇവർ മനസ്സിലാക്കിയിട്ടാണോ എന്ന് പോലും അറിയില്ല. ഇവർ എവിടെന്നെങ്കിലൊക്കെ കണ്ടു പഠിക്കുന്നതായിരിക്കും അങ്ങനെ വൃത്തികെട്ട ഗസ്റ്റേഴ്സ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഭയങ്കര അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഇലക്ഷന്റെ സമയത്താണ് അല്ലെ, വണ്ടിയിൽ വെച്ചിട്ട് ഓപ്പൺ ആയിട്ടാണ് ജയിച്ചേണ്ടത് കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ആൾക്ക് നിന്ന് തോന്നുന്നത് ജയിച്ചാൽ നമ്മൾ തംസപ്പ് കൊടുക്കുന്ന പോലെ കാണിക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് ഫേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ എല്ലാം ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി കറക്റ്റ് അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്യണേന്ന് നമുക്ക് ഫീൽ ചെയ്യാം. ഇത് എടുത്ത് വീഡിയോ ഇടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. അതൊരു കൊച്ചു കുട്ടിയാണ്. നമ്മൾ തിരുത്തണേന് പകരം അത് കുറച്ചും കൂടി വൈറലാക്കി കൊടുക്കുവാണ്. അപ്പൊ വലിയവരേലല്ലേ തെറ്റി, കുട്ടികൾ ഇതൊക്കെ പഠിച്ചു വരുന്നത് നമ്മളെ മുതിർന്ന ആൾക്കാരിൽ നിന്നാണല്ലോ. പക്ഷെ മുൻപാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോണില്ല,
നമുക്ക് ചുറ്റുള്ള കാര്യങ്ങളിൽ ആ വാസ്തവത്തിൽ നിന്ന് എന്താണോ നമുക്ക് ക്യാച്ച് ചെയ്ത് കിട്ടുമെന്ന് പറയും. പാരൻസ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈ പോകുന്ന സർക്കിളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഫോണിലോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ഫീൽഡിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇത് അൽഗോരിതം വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഒരു 1-2 വീഡിയോകളിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആണ് ബാക്കി വരുന്നതെല്ലാം. സോ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ പിള്ളേർക്ക് എന്താണ് ഇഷ്ടമെന്ന് മുൻകൂട്ടി അവിടെ അറിയും, അതിനുള്ള വീഡിയോകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇതിനെ എവിടെ നിയന്ത്രിക്കാൻ പറ്റും ശരിക്കും? ഇതിനൊരു ലിമിറ്റ് ഇല്ല. ഇതിന് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ അതിനുള്ള ഒരു മാർഗങ്ങളൊക്കെ എടുത്തായിരുന്നു. ഞാൻ പറയാം, എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെറിയ കുട്ടികൾക്കുള്ളതല്ല, അത് ഓരോ ഏജ് കാറ്റഗറിക്ക് ഉള്ളതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് അതെല്ലാ ഏജ് കാറ്റഗറിക്കുള്ള ഒരു വീഡിയോസ് അല്ല. അപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരൻസ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്ന് മൊബൈൽ ഫോൺ കൊടുത്തു തുടങ്ങുന്നോ അപ്പോൾ തൊട്ടിട്ട് ഒന്നാമത് പാരൻസിന്റെ നിരീക്ഷണം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഏജ് വരെ. അതിലൊരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്യൂബ് അക്കൗണ്ട് അല്ല ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ബേബിക്ക് മാത്രമായിട്ടുള്ള വേറെ എക്സ്ട്രാ പേജ് അല്ലാണ്ട് കുട്ടിയുടെ പേരിൽ തുടങ്ങണമെന്ന് കുട്ടിയുടെ അതല്ല പറയുന്നത്. പക്ഷേ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കുട്ടികളുടെ വീഡിയോസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് മാത്രമേ സജഷൻസും വരത്തുള്ളൂ. പക്ഷേ ഇതൊരു വിരൽ തുമ്പിലല്ലേ ഇരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമിലുണ്ട്, ഇപ്പൊ കിഡ്സിന്റെ ഉണ്ട് 13 അല്ലെങ്കിൽ 16+ സംഭവങ്ങൾ വീഡിയോ വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ട് ഉണ്ട്. ഇത് സ്വിച്ച് ചെയ്യാൻ ഒറ്റ സെക്കൻഡ് മതിയല്ലോ. നിരീക്ഷണത്തിലിരിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഫോൺ നമ്മൾ കൊടുക്കാതിരിക്കാം. അങ്ങനെ മാത്രമേ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും ആക്സസ് ഉണ്ടായിരിക്കും. നമുക്ക് ആ കുട്ടി ഒരു കുഞ്ഞാകുമ്പോൾ ഒരു പ്രായം വരെ നമ്മുടെ 2 അല്ല 10 കണ്ണുണ്ടായിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കുട്ടീനെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണെങ്കിൽ പലതിനും നമുക്ക് ഉത്തരം പറയാനുള്ള ധൈര്യം നമുക്ക് തന്നെ ഉണ്ടായിരിക്കില്ല, പാരൻസിനും ഉണ്ടായിരിക്കില്ല. ഒന്നില്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാനുള്ള ധൈര്യവും കോൺഫിഡൻസും പാരൻസിന് ഉണ്ടായിരിക്കും.